എല്ലാവർക്കും നമസ്കാരം. 5th ലെസൺ മണി മാത്ത് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സാധാരണ മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് എക്സും വൈ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴേ ചില കുട്ടികൾക്കെങ്കിലും തോന്നാറുണ്ട്, എന്തിനാണ് ഇങ്ങനത്തെയൊക്കെ മാത്സ് പഠിച്ചിട്ട് കാര്യം, ഇതുകൊണ്ട് എന്താണ് ഗുണം നിത്യജീവിതത്തിൽ, ഇനി ഭാവിയിലായാലും ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇങ്ങനത്തെ പ്രോബ്ലംസ് പഠിച്ചിട്ട് എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഗുണം ഉണ്ടാവും ഉണ്ടാവാതിരിക്കുക എന്തെങ്കിലും അവിടെ. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ലെസൺ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഗുണം ചെയ്യും, പല കാര്യങ്ങളും അറിയാം. കാരണം നമ്മൾ എന്തായാലും ഒരു ലോൺ എടുക്കാത്തവരായിട്ട് ഉണ്ടാവില്ല ബാങ്കിൽ നിന്ന്, അല്ലേ? എന്താ പറയുക, ഒരു 10 ലക്ഷം ലോൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ ഒരു ത്രില്ലില്ല എന്ന് ഏതൊരു സിനിമയിൽ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് മലയാളികൾക്ക്. അപ്പോൾ ചിലപ്പോൾ ഹൗസിംഗ് ലോൺ ആവാം, അല്ലെങ്കിൽ കാറിൻ്റെ ആവാം, ബൈക്കിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വർണം പണയം വെച്ചിട്ടാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോൺ ഉണ്ടായിരിക്കും. ഇനി ഇതൊന്നുമില്ല, ലോണൊന്നുമില്ല, അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും, ഇല്ലേ? അപ്പോൾ എങ്ങനെയായാലും ഈ ബാങ്ക്, ലോൺ, ഡെപ്പോസിറ്റ് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരാം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിത് പലപ്പോഴും ഇപ്പോൾ എൻ്റെ ചില കസിൻസൊക്കെ ഇങ്ങനെ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് വിളിക്കും, ഇത്ര കൊല്ലമായിട്ട് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട് 5 ലക്ഷം, അത് ഇത്ര വർഷം അടച്ചു, പക്ഷെ എന്നിട്ടും അത് നമ്മൾ അടയ്ക്കുന്ന പൈസ കുറയണില്ല, അവർ പറ്റിക്കുന്നുണ്ടാവോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിക്കും. നീ ഒന്ന് കണക്ക് കൂട്ടിയൊന്ന് പറഞ്ഞേ, ഇനി എത്ര പൈസയും കൂടി ഞങ്ങൾ അടയ്ക്കേണ്ടി വരും, ഇപ്പം എത്ര അടഞ്ഞു, അങ്ങനെ അവർ എത്ര പൈസ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിക്കും. അപ്പം ഞാനതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, എത്ര ശതമാനമാണ് പലിശ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അത് കണക്കാക്കി കണക്ക് കൂട്ടി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ ചോദിക്കും, നിനക്കിത് എങ്ങനെയാണ് അറിയണത്? അപ്പം ഞാൻ പറയും, നമ്മളിത് പഠിച്ചിട്ടില്ലേ, നമ്മളിത് 8ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഇങ്ങനെ ഈ എത്ര ഇൻട്രസ്റ്റ് കണക്കാക്കാനൊക്കെ. അപ്പോൾ പഠിച്ചിട്ടുണ്ടോ? അപ്പം ഇങ്ങനെയാണ് എല്ലാവരും എന്താ ചെയ്യുക, ഒരുവിധം പേര്, എല്ലാവരും എന്ന് പറയണില്ല, നമ്മൾ പഠിക്കുന്നത് ആ പരീക്ഷാ ഹാളിൽ അങ്ങോട്ട് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞോടുകൂടി വലിയൊരു ഭാരം തലയിൽ വെച്ചിരിക്കണ പോലെയാണ്. അത് അങ്ങോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നമുക്കത് വേണ്ട. അങ്ങനെയല്ല, നമുക്ക് പഠിക്കുന്ന പലതും നമ്മൾക്ക് അതിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും, മനസ്സിലായി? അപ്പം നമുക്ക് നമ്മുടെ ഈ പഠിച്ചത് ഗുണം ചെയ്യും. അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കാതിരിക്കുക, എന്ത് പഠിക്കണ്ടെങ്കിലും അത് മനസ്സിലാക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അതെന്താണ് സാധനം എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളത് മറക്കേയില്ല, നമുക്കതിനോട് ദേഷ്യവും തോന്നില്ല, മനസ്സിലായോ? ഇത് ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ തന്നെ ബോറടിച്ചു തുടങ്ങിയ. അപ്പം നമുക്കിനി പാഠത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുക, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. I=PNR എന്ന് പറയുന്ന ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഇല്ലേ? എന്തായിരുന്നു? I=PNR എന്ന് പഠിച്ചിട്ടില്ലേ? I എന്നാൽ എന്താ? I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. അത് നമ്മൾ ഇപ്പം ഡെപ്പോസിറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ ആവാം, എന്തായാലും ഇൻട്രസ്റ്റ്, പലിശ. ഈ P എന്ന് പറഞ്ഞാൽ I കണക്കാക്കാൻ പലിശയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് Pയും Nഉം Rഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തൊക്കെയാണ് Pയും Nഉം Rഉം? P എന്ന് വെച്ചാൽ, ഇനി 7ാം ക്ലാസ്സിൽ അഥവാ പഠിക്കാത്ത വല്ലവരുമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഓടിപ്പിച്ച് പറയുന്നത്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, നമ്മൾ ഇടുന്ന എമൗണ്ട്. എന്താ പറയുക, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട്, അതല്ല ലോണാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് അതാണ് P. ഇനി N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് ആ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ടൈം പീരീഡാണ് N. നമ്പർ ഓഫ് ഇയേഴ്സ്, അപ്പം അത് ഇയേഴ്സിൽ തന്നെ എഴുതണം, ഇയേഴ്സിൽ എഴുതണം. അതായത് ഇപ്പോൾ ഒരു മാസത്തെ പലിശയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണതെങ്കിൽ ആ ഒരു മാസത്തിന് നമ്മൾ വർഷമാക്കി മാറ്റിയിട്ട് വേണം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. പിന്നെ R എന്ന് പറഞ്ഞാലോ, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര പെർസെൻറ്റേജ് ആണ് പലിശ, അതാണ് R. ഇത് 3ഉം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രോഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ
7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഇനി നമുക്ക് അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അതൊന്ന് അയവിറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഒരാൾ ഒരു 2 ലക്ഷം രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ഇത് പി ആണ്. ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതാണ് പി, പ്രിൻസിപ്പൽ. ഇനി അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് 10% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 കിട്ടി. എത്രയാ? 10%. ഇനി എൻ, അദ്ദേഹം 2 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2. അപ്പോൾ നമുക്കിനി ഇയാൾക്ക് എത്ര ഈ 2 വർഷത്തിന് ശേഷം ഇദ്ദേഹം പൈസ വിഡ്രോ ചെയ്യാനായിട്ട് ബാങ്കിലേക്ക് പോകുമ്പോൾ 2 ലക്ഷം മാത്രമല്ലല്ലോ കിട്ടും. ഇയാൾ ഇട്ടത് 2 ലക്ഷമായിരുന്നു. എന്ത് കിട്ടും? ആ 2 ലക്ഷം രൂപയ്ക്ക് ഈ 2 വർഷത്തേക്കുള്ള പലിശ, ഇൻട്രസ്റ്റും കിട്ടും അല്ലേ? അപ്പം അത് കാണാനാണ് നമുക്ക് I=PNR എന്ന ഫോർമുല ഉള്ളത്. P × N × R. P എന്ന് പറയുന്നത് 2 lakh ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് N, R എന്ന് പറയുമ്പോൾ 10%. നമ്മൾ എങ്ങനെ എഴുതുക? 10 തന്നെയാണോ എഴുതുക? 10/100 എന്ന് വേണം എഴുതാം. പെർസെൻറ്റേജ് എപ്പോഴും പലിശ നിരക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? /100 എന്ന് എഴുതണം. അപ്പോൾ ഈ 100ൻ്റെ 2 0, ഈ 2 0 നമുക്ക് കളയാം. അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ 10ൻ്റെ ഒരു 0, ഇതിൻ്റെ ഒരു 0 കളയാം. എങ്ങനെയാലും ശരിയാണ്. 2000 × 2 × 10 വന്നു. 2000 × 2 എന്ന് പറയുമ്പോൾ എത്ര വരാ? 4000. 4000 × 10 എന്ന് പറയുമ്പോൾ എത്ര വരാ? 40,000. അപ്പോൾ ഇദ്ദേഹം 2 വർഷത്തിന് ശേഷം പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ എത്ര കിട്ടും? 2 ലക്ഷമാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 40,000 രൂപ പലിശയുണ്ട് ഈ 2 വർഷത്തേക്ക്. അപ്പോൾ ഇദ്ദേഹത്തിന് 2,40,40,000 അല്ലേ? 2,40,000 rupees വിഡ്രോ ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ ഇങ്ങനെ 2 വർഷത്തേക്ക് കണക്കാക്കുന്ന, അതായത് ഈ 2 വർഷവും ഇദ്ദേഹത്തിൻ്റെ എമൗണ്ട്, ഇദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയായിട്ടായിരിക്കും ബാങ്ക് കണക്കാക്കുക? 2 lakh ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. എന്നിട്ട് 2 വർഷത്തേക്ക് ഉള്ള ഒരുമിച്ചുള്ള പലിശയാണ് 40,000. ഇത് ഈ തരത്തിൽ ഇങ്ങനെ I=PNR എന്ന് പറഞ്ഞിട്ട് ഈ തരത്തിൽ കണ്ടുപിടിക്കുന്ന ഈ ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. മനസ്സിലായില്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര സിമ്പിളായിട്ടാണ് കണ്ടുപിടിച്ചത് അല്ലേ? സുഖമാണ് കണ്ടുപിടിക്കാൻ. അപ്പം ഇത് 2 വർഷം എന്നുള്ളത് ഇദ്ദേഹം 5 വർഷത്തേക്ക് വിട്ടയച്ചെങ്കിലോ അപ്പോഴും പ്രിൻസിപ്പളിന് മാറ്റില്ല. ഈ 5 വർഷവും ഈ എമൗണ്ട് ഇദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 2 lakh ആയിട്ടാണ് തന്നെയാണ് അവർ കണക്കാക്കുക. എന്നിട്ട് ആ വർഷം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അത് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, അതാണ് പലിശ. ഇതിനെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അപ്പോൾ വേറൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട് അല്ലേ? അപ്പം ഞാനിവിടെ ഒരു പ്രോബ്ലം പറയാം. Anu and Manu deposited 50,000 rupees each in a bank giving 10% interest annually. After 1 year, Anu withdrew the entire amount including interest and redeposited it the same day. After 1 more year, both withdrew the total amounts. Who got more? How much more? അതായത് അനുവും മനുവും 2 പേര് പോയിട്ട് 15,000 രൂപ, 2 പേരും ഒരേ എമൗണ്ടാണ് 15,000 വീതം ഒരേ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കിൽ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ആഫ്റ്റർ 1 ഇയർ അനു അവിടെ നിൽക്കട്ടെ, നമുക്ക് മനുവിൻ്റെ കാര്യം നോക്കാം. മനു എന്ത് ചെയ്തു? പിന്നെ ഈ ബാങ്കിലേക്ക് തിരിഞ്ഞ് നോക്കിയേ ഇല്ല. 15,000 കൊണ്ടുപോയിട്ട് ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു കൊണ്ട് പോകുന്നു. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇത് കറക്റ്റ് 2 വർഷം തികയുമ്പോൾ നമുക്ക് പോയിട്ട് വിഡ്രോ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അനുവും മനുവും പോന്നു. മനു എന്ത് ചെയ്തു? പിന്നെ ആവശ്യത്തേക്കേ പോയില്ല. അപ്പം മനു എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ആ ഡേറ്റിലാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പം മനുവിന് എത്രയാണ് കിട്ടുക? 15,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. PNR അല്ലേ? I=PNR. P × N എത്രയാണ്? 2 years. 2 എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞത്? 10%. അപ്പോൾ 10/100. അപ്പോൾ പോയി.
അപ്പം എത്രയാണ് എമൗണ്ട്? 1500 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 3000. 3000 ആണ് എത്ര? എന്ത്? ഇൻട്രസ്റ്റ് 3000 ആണ്. എത്രയായിരുന്നു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത്? 1500. സോറി, 15,000. ഒരു 0 പോയി. 15,000ന്റെ കൂടെ ഇദ്ദേഹത്തിന് മനുവിന് 3000 പലിശ കൂടിയും കൂട്ടിയിട്ട് ബാങ്കുകാർ എത്ര കൊടുത്തു? 18,000 കൊടുത്തു മനുവിന്. മനു ഹാപ്പി. അതേസമയം മനു അറിയാണ്ട് അനു ഒരു കാര്യം ചെയ്തു. പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് 1 വർഷം തികഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? ബാങ്കിൽ പോയിട്ട് ആ 1 വർഷത്തേക്കുള്ള പലിശ അടക്കം ആ എമൗണ്ട് വിഡ്രോ ചെയ്തു. അപ്പോൾ അവൾക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ടാവും? 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 15,000 ആണ് എമൗണ്ട്. 1 ഇയർ ആണ്. 1 ഇയർ എന്ന് പറയുമ്പോൾ അത് 1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 10% ആണ് പലിശ. അപ്പോൾ 150 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1500. ഇത്രയാണ് ഇൻട്രസ്റ്റ് 1 വർഷത്തേക്ക്. അപ്പോൾ അവൾ എന്താ ചെയ്തേ? അത് വിഡ്രോ ചെയ്തു. അപ്പോൾ 15,000 എമൗണ്ട് പ്രിൻസിപ്പൾ ഉണ്ട്. അതിൻ്റെ കൂടെ 1500 രൂപ പലിശ അടക്കം അവൾക്ക് എത്ര കിട്ടി? 16,500 കിട്ടി. കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്തു? അപ്പം തന്നെ അത് അന്ന് തന്നെ വീണ്ടും സെയിം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. മനസ്സിലായ? ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന പ്രിൻസിപ്പൾ, അതായത് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായി മാറി? 15,000 എന്നതിന് പകരം 16,500 ആയിട്ട് മാറും. 16,500 ആയിട്ട് മാറി. അങ്ങനെ മനു എടുക്കാൻ പോയി അന്ന് 2 വർഷം തികയണം അന്ന് അനുവും ചെന്നപ്പോൾ മനുവിന് എത്രയാ? 18,000 മനുവിന് കിട്ടിയത്. അനുവിന് എത്രയാ? 16,500 ആണ് അവളുടെ പുതിയ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇൻറ്റു 10/100 1 വർഷത്തേക്കാണ് അല്ലേ? 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അവളത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എടുത്തിട്ട്. അപ്പോൾ എത്ര വരും? പോയി 1650. ഇത്രയാണ് പലിശ. അപ്പോൾ അവളുടെ മുതൽ എത്രയായിരുന്നു? 1600. സോറി, ഞാൻ എന്താ എപ്പോഴും ഒരു 0 കുറച്ച് പറയണത്. 16,500 ആയിരുന്നു പ്രിൻസിപ്പൾ. അതിൻ്റെ കൂടെ ആ 1 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1550 ആണ്. 5. അപ്പോൾ അവൾക്ക് എത്ര കിട്ടി? 18,150 കിട്ടി. നമ്മുടെ മനുവിനോ 18,000 കിട്ടിയുള്ളൂ. അപ്പോൾ മനുവിന് 18,000 കിട്ടി. 2 പേരും ഒരേ ദിവസം ഡെപ്പോസിറ്റ് ചെയ്തു, ഒരേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ഒരേ ഇൻട്രസ്റ്റ്, ഒരേ പീരീഡ് ഓഫ് ടൈം ഒക്കെ ഒരേ ഇതാണ്. പക്ഷേ മനുവിനേക്കാളും അനുവിന് 150 രൂപ കൂടുതൽ കിട്ടി. അപ്പം അനുവിന് ബുദ്ധിയുണ്ട് അല്ലേ? ഇങ്ങനത്തെ ടൈപ്പ് പലിശ കണക്കാക്കലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് സ്കീമിലിടണോ അതിനനുസരിച്ചിരിക്കും. ആനുവലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ അനു ചെയ്ത പോലെ അവിടെ പോയി അത് ഇങ്ങോട്ട് വിഡ്രോ ചെയ്ത് റീഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അല്ലാതെ ബാങ്ക് തന്നെ ആ ആനുവൽ മറ്റേ അവരുടെ ക്ലോസിങ് അതിൻ്റെ സമയത്ത് അവർ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ പൈസ എടുത്തിട്ട് അതുവരയ്ക്കുള്ള ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് ആ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് പുതിയ പ്രിൻസിപ്പളായിട്ട് മാറി. 15,000 ആയത്. ഇപ്പം മനുവിന് ആ 2 വർഷം മുഴുവൻ മനുവിൻ്റെ പേരിൽ അവിടെ കിടക്കുന്ന പൈസ എന്ന് പറയുന്നത് മനു ഡെപ്പോസിറ്റ് ചെയ്ത് 15,000 ആണ്. പക്ഷെ അനുവിന് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ പേരിലുള്ളത് ചേഞ്ച് ആയി. 1 വർഷം വരെ അവളുടെ പേരിലുള്ള പ്രിൻസിപ്പൾ 15,000 ആയിരുന്നു. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് എത്രയും മാറി? 16,500 ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ എന്ന പോലെ ബാങ്കുകൾ എന്ത് ചെയ്യും? അങ്ങനെ നമ്മളായിട്ട് പോയി ചെയ്യാണ്ട് തന്നെ അവർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബാങ്കുകളാണെങ്കിൽ ഇങ്ങനെ അവർ തന്നെ അത് ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ 5 വർഷത്തേക്കാണ് ടെൻഷെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 1 വർഷം തികയുമ്പോൾ അവരെന്ത് ചെയ്യും? അതിൻ്റെ പലിശ കണക്കാക്കി അത് ആഡ് ചെയ്ത് ഇടും. അതിന് വീണ്ടും അടുത്ത 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അതുവരയ്ക്കുള്ള ആ എമൗണ്ടിൻ്റെ വീണ്ടും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും.
വീണ്ടും 1 ഇയർ കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ, അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എപ്പോഴും ലാഭകരം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. മനസ്സിലായി? ഇതിന് ആനുവലി മാത്രമല്ല, ഹാഫ് ഇയർലി ആയിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുക. അത് നമ്മൾ ഏത് സ്കീമിൽ ഇടുന്നു, നമുക്ക് ഹാഫ് ഇയർലി വേണമെങ്കിൽ അങ്ങനെ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തന്നെ 6 മാസത്തേക്കുള്ള ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാഭമാണ്. മനസ്സിലായ? ഇനി ആനുവലി ഹാഫ് ഇയർലി അല്ല ക്വാർട്ടർലി ഉള്ള ബാങ്കുകളുണ്ട്. അതായത് ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഒരു 12 മാസത്തിനെ 4 ഭാഗങ്ങളായിട്ട് വരും, 3 മാസം അല്ലേ. 3 മാസം കൂടുമ്പോൾ പലിശ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പോകും. മനസ്സിലായോ? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇനി ഈ ലെസണിലൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.